ദുരൂഹവും ഗഹനവും ഗൗരവപൂർണവുമെന്ന് നാം ധരിച്ചു വെച്ച ആത്മീയതയുടെ നിരോധിത മേഖലകളിലേക്ക് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും വരകളുടെയും വർണ്ണങ്ങളുടെയും വെളിച്ചത്തിന്റെയും ഒക്കെ ഭാഷയുമായി വരുന്നവർക്ക് ഇടമുണ്ടെന്ന് തിരിച്ചറിയുന്ന പുതിയ സെൻസിബിലിറ്റികൾ വേണം നമുക്ക്. സെയിന്റ് അൽഫോൺസ് ലിഗോറി, എ ഗിഫ്റ്റഡ് മ്യൂസീഷ്യൻ ആൻഡ് എ കമ്പോസർ, ഒരുപാട് ആത്മീയ ഗാനങ്ങൾ എഴുതുകയും ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരോൾ ഓഫ് ബാഗ് പൈപ്പേഴ്സ് എന്ന മനോഹരമായ കാരോൾ സോങ് കൂടെ അദ്ദേഹത്തിന്റെ സംഭാവനയിൽപ്പെടുന്നു. ജീവിതാവസാനം കാഴ്ചയും കേൾവിയും ഒക്കെ നഷ്ടപ്പെട്ട് മനുഷ്യരൂപം പോലും ഇല്ലാത്ത വിധം രോഗിയായ ഈ മഹാവിശുദ്ധൻ ജീവിതകാലം കൊണ്ട് തന്നെ ആത്മീയ ഗീതങ്ങൾ നിരന്തരം ഉള്ളിലുയരുന്ന ദൈവത്തിന്റെ സ്വന്തമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇന്നു മുതൽ ക്രിസ്തുമസിനൊരുക്കമായ നൊവേന നമ്മൾ ആരംഭിക്കുകയാണ്. ഈ നൊവേന തുടങ്ങി വെച്ചത് വിശുദ്ധ അൽഫോൺസ് ആണ്. ദൈവസ്നേഹം ധ്യാനിച്ചു തുടങ്ങുന്ന ഈ നൊവേന 24-ാം തീയതി വരെ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഇതിന്റെ പ്രത്യേകത നമ്മൾ വിശുദ്ധരോട് മറ്റുമല്ല, നേരെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഉണ്ണീശോയുടെയും അവിടുത്തെ അമ്മയുടെയും യോഗ്യതകളെ പ്രതി ദൈവപിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്.